കർത്താവ് നമുക്ക് തരുന്ന വചനം അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയുടെ അവസാനം വരെ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കണം. മാത്രമല്ല ഈ ശുശ്രൂഷ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പരിചയമുള്ള എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല. ഹോസിയ പ്രവാചന പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുവചനം. ഇത് ഭൂരിഭാഗം മനുഷ്യരുടെ കാര്യത്തിലും സത്യസന്ധമായ കാര്യമാണ്. ഈ ഒരു വചനം എന്താണ്? ദൈവത്തിൻ്റെ അടുക്കലേക്ക് പലർക്കും തിരിച്ചു വരാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് അറിയോ? അവരുടെ പ്രവർത്തികളാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് പലരുടെയും ജീവിതത്തിൽ അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിയതും ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ വരാത്തതും. ആ തെറ്റുകളാണ്, ആ പാപങ്ങളാണ്. നീ മാറാൻ തയ്യാറായ നിന്നെ മാറ്റാൻ കർത്താവ് തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോകണം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇങ്ങനെ പോയാൽ പോരാ, ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്റ്റോപ്പ് ചെയ്താലേ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള വാതിൽ നമുക്ക് മുൻപിൽ ഓപ്പൺ ചെയ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ക്ലോസ് ചെയ്യേണ്ടത്, അടയ്ക്കേണ്ടത്, മാറ്റേണ്ടത് നമ്മൾ ചെയ്യുമ്പോൾ തുറക്കേണ്ട വഴി കർത്താവ് നമുക്ക് തുറന്നു തരും. അപ്പോൾ പലരും ഇന്ന് പറയാറുണ്ട്, പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ കർത്താവിൻ്റെ അരികിലേക്ക് വരാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ കഴിയാത്തത്? നമ്മൾ ഇന്നും ആ പാപത്തിലാണ്, ആ സുഖത്തിലാണ്, ലോകത്തിൻ്റെ അവസ്ഥയിലാണ് നമ്മൾ മുമ്പോട്ട്. അത് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. മദ്യപാനി മദ്യം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം അവന് കർത്താവിലേക്ക് വരാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ബന്ധത്തിലോ ദുശീലങ്ങളിലോ തഴക്ക ദോഷങ്ങളിലോ നിങ്ങൾ പെട്ടുകിടക്കുകയാണെങ്കിൽ അത് ഉപേക്ഷിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ആരുടെ അടുക്കലേക്ക് വരാൻ പറ്റില്ല? കർത്താവിൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റില്ല. പ്രാർത്ഥിക്കാൻ കഴിയില്ല. വിശുദ്ധ കുർബാനയ്ക്ക് പോകാനോ കുമ്പസാരിക്കാനോ പറ്റില്ല. കാരണം എന്താ? നിങ്ങൾ അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുവചനം. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.